ഫുള്ള് മങ്ങിയായി പോയിട്ടുണ്ട്. ഇത് കണ്ടൊരു മഞ്ഞ കളറായി പോയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിന് ഫുള്ള് മങ്ങല കാര്യങ്ങളാണ്. വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഹലോ ഗൈസ്, മോട്ടോ ചാൻസിന്റെ മറ്റൊരു കിടിലൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു കിടിലൻ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടിക്കൊക്കെ എപ്പോഴും വരുന്നൊരു കംപ്ലയിൻ്റ് ആണ്. കുറേ നാൾ കഴിയുമ്പോൾ ആ വണ്ടിയുടെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു വെയിലും അടിച്ചോ അല്ലെങ്കിൽ മഴ അങ്ങനെ കൊണ്ടൊക്കെ ആ ഹെഡ്ലൈറ്റ് മങ്ങി ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ട് വരും. അപ്പോൾ ആ ഹെഡ്ലൈറ്റൊക്കെ നമുക്ക് ഇന്നൊരു പുതിയ പോലെ ആക്കാൻ പറ്റും. അതിനെ കുറച്ച് ടെക്നിക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അത് വെറും 15 രൂപ മുടക്കിൽ നമ്മൾ കിടിലനായിട്ട് ആ പഴയ സംഭവം തന്നെ പുത്തനാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് മറ്റേ ഈ ഷോപ്പിലൊക്കെ ഈ സാധനം ചെയ്ത് തരും. ഒരു ഹെഡ്ലൈറ്റ് പോളിഷനൊക്കെ നല്ല പൈസയാണ്. 300 രൂപ കണ്ടല്ലോ ചെയ്യുന്നതിനോ. ഹെഡ്ലൈറ്റിന്റെ ഏരിയ അനുസരിച്ചാണ് റേറ്റ് കൂടുന്നതും കാര്യങ്ങളൊക്കെ. ബൈക്കിന്റെ ഒക്കെയാണ് അത്യാവശ്യം 300 ആ റേറ്റ് ഒക്കെയാണ് വരുന്നത്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി പോസ്റ്റ് ഉണ്ട് മറ്റേ ഹെഡ്ലൈറ്റ് റീസ്റ്റോറേഷൻ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കണ്ടേക്കുന്നത്. അപ്പം നമ്മളിന്ന് വീഡിയോയിലേക്ക് എടുക്കണം. നമ്മൾ കുറെ തപ്പിയിട്ടാണോ സാധനങ്ങളൊക്കെ ഇന്ന് ഒപ്പിച്ചെടുത്തേക്കണേ. ഹെഡ്ലൈറ്റ് ഞാൻ കിട്ടാൻ കുറെ ബുദ്ധിമുട്ടി. അങ്ങനെ വേറെ ഹെഡ്ലൈറ്റ് ഞങ്ങൾ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്ര മാറ്റം കണ്ട് ഞാൻ മനസ്സിലാവുമൊന്നുമില്ല. പഴയ ഹെഡ്ലൈറ്റ് ഒപ്പിച്ചിട്ടുണ്ടെന്ന് വർക്ക്ഷോപ്പിലൊക്കെ തപ്പിയിട്ട് കിട്ടിയതാണ്. പക്ഷെ ആ ഫുള്ള് മങ്ങിയായി പോയിട്ടുണ്ട്. ഇത് കണ്ടൊരു മഞ്ഞ കളറായി പോയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിന് ഫുള്ള് മങ്ങല കാര്യങ്ങളാണ്. പഴയ ഒരു സ്കൂട്ടറിന്റെ അല്ല ഇതൊക്കെ വെയിലടിച്ച് കഴിയുമ്പോഴത്തേനും മെയിനായിട്ട് വരുന്ന പരിപാടിയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതൊരു 8-10 കൊല്ലം കഴിയുമ്പോഴത്തേനും വണ്ടിക്കൊക്കെ എല്ലാ വണ്ടിക്കും വരുന്നതാണ് ഈ പ്രശ്നം. ഒത്തിരി നമുക്ക് നമ്മുടെ ഒരു സുഹൃത്താണ് സ്ഥിരം കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു 220യുടെ അപ്പൊ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങൾ 100% വർക്കിംഗ് ആണ്, ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു വീഡിയോ സജസ്റ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ പോണേ. ഞങ്ങൾ വേറെ വണ്ടിയുടെ ചെയ്യാൻ വന്നിട്ടുണ്ട്. അതായത് ഇന്നോവയുടെ ചെയ്യാൻ വരുന്നുണ്ട്. ആ സൈഡിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ വലിയ മാറ്റമൊന്നും മനസ്സിലാവില്ല. ഈ സൈഡിലായിട്ട് അതിന് ചെറിയൊരു മഞ്ഞപ്പും കാര്യങ്ങളൊക്കെ ഒന്നുണ്ട്. അതിലും മങ്ങിപ്പോയേണ്ട ഒരു സംഭവം ഉണ്ട്. അതൊക്കെ മാറ്റി ആ പഴയൊരു സെറ്റപ്പിലേക്ക് കൊണ്ടുവരാനായിട്ടാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ഡിഫറൻസ് മനസ്സിലാവത്തില്ല. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാവും, വ്യത്യാസം മനസ്സിലാൻ കണ്ടില്ല. ഇത് കണ്ടില്ല, ഒരു മഞ്ഞ കളറിൽ ചുമ്മാ ഷോക്കായിട്ടാണ് ഈ സാധനം ഇരിക്കണേ. അപ്പൊ നമ്മൾ ആ ഒരു പഴയ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വേണം, എന്തൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ആ പഴയ സെറ്റപ്പിലേക്ക് വരുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പം ഇതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ ഇത് നിങ്ങൾ ഇന്ന് പുത്തനായി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെഡ്ലൈറ്റ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വേണ്ടത് അതിന് ജസ്റ്റ് നോക്കാം. നമ്മൾക്ക് ഒരു സാൻഡ് പേപ്പർ മേടിച്ചിട്ടുണ്ട്. P2000 എന്ന് പറഞ്ഞൊരു ഗ്രേഡ് ഉള്ള സാൻഡ് പേപ്പർ ആണ്. ഇതിന് എത്ര രൂപ? ഒരു 18 രൂപ റേറ്റ് വരുന്നത്. 18 രൂപ 5 രൂപ റേറ്റ് തന്നെയുള്ള സാൻഡ് പേപ്പറിന് വില. ഇത് പെയിന്റ് ഷോപ്പിലേക്ക് കിട്ടും. നമുക്ക് ഈ കാറിന്റെ ബൈക്കിന്റെ ഒക്കെ പെയിന്റ് അടിക്കുന്ന ഷോപ്പിലും കിട്ടും. പിന്നെ ഹാർഡ്വെയർ ഷോപ്സിലും കിട്ടും. എല്ലായിടത്തും സാൻഡ് പേപ്പറും കാര്യങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് നമ്മൾ ആ ഒരു പോളിഷൊക്കെ വണ്ടിയിൽ ചെയ്തില്ല. അതിന്റെ ഒരു 3M ഒരു ഇതിരിപ്പുണ്ട്, റബ്ബിംഗ് കോമ്പൗണ്ട് ഉണ്ട്. ഇത് ശരിക്കും നമുക്ക് ലേശം ആവശ്യമുള്ളൂ. ഇത് അവസാനം ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫിനിഷിംഗ് പക്ക ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് മതി. നമ്മൾ നേരത്തെ ചെയ്തതിന് മിച്ചം ഉണ്ടായാൽ മതി. പിന്നെ എല്ലാ വാക്സും കുറച്ച് ലേശമുണ്ട്. ഇത്ര മതി ഇതിന് മെയിനായിട്ട്. വേറെ ഒന്നും തന്നെ ആവശ്യമില്ല. പിന്നെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ വേണം. കോട്ടൺ വേസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. മെയിനായിട്ട് നമുക്ക് ഈ സാൻഡ് പേപ്പറാണ് വേണം. 2000 സാൻഡ് പേപ്പർ മാത്രം മതി. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കേട്ടോ, എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഇരുന്ന് കാണാം. വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് പക്കയായിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞങ്ങളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അതിന് മുമ്പ് തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് കാണിച്ച് തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാസ്കിംഗ് ടേപ്പാണ്. ഇതാണ് നമുക്ക് പെയിന്റ് അല്ലെങ്കിൽ ഈ വണ്ടിയുടെ പെയിന്റും ബോഡിയിലേക്കും തട്ടായിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കണം. ഇത് കവർ ചെയ്തിട്ട്. ഇതിപ്പോൾ പഴയ ഒരു പീസാണ്. എന്തായാലും നിങ്ങൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വൃത്തിക്ക് മനക്കൊക്കെ ഇരിക്കും. പിന്നെ സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കുമ്പോൾ ഇങ്ങോട്ട് കയറി പിടിക്കാണ്ടിരിക്കാനായിട്ടോ, സ്ക്രാച്ച് വരായിരിക്കണം. ആ പെയിന്റിനൊന്നും നമുക്ക് ഒന്നും പറ്റാതിരിക്കാനാണ്. വേണമെങ്കിൽ ഇപ്പുറത്തോട്ട് ഒരു പേപ്പറും കൂടി ജസ്റ്റ് കയറ്റി വെക്കാം അല്ലടാ. പേപ്പർ അങ്ങോട്ട് നമുക്ക് ഒത്തിരി ഇത് വരില്ല. വേണമെങ്കിൽ കുറച്ചുകൂടെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, നമ്മളിതിൻ്റെ എഡ്ജി കൂടെ ആയെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഈ ഒരു മാസ്കിംഗ് ടൈപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിറ്റുള്ള വണ്ടിയുടെയൊക്കെയാണ് എന്തായാലും സൈഡിലൊക്കെ തട്ടുവും ഒക്കെ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് മാസ്കിൻ്റെ പൊട്ടിക്കണമെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ ഹെഡ്ലൈറ്റ് ഊരി എടുത്തിട്ട് ചെയ്യാമല്ലടാ. ഹെഡ്ലൈറ്റ് മാത്രം ഊരി എടുത്തിട്ട് വേണം ചെയ്യാം. ഹെഡ്ലൈറ്റ് മാത്രം വേണം ഊരി എടുത്തിട്ട് ചെയ്യാം. നിങ്ങൾക്ക് വണ്ടിയിൽ തന്നെ ഇത് വെച്ചോണ്ട് ചെയ്യാം. ഇതിപ്പോൾ വണ്ടി ഊരാനൊന്നും പറ്റില്ല. ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും വണ്ടി വെച്ച് ചെയ്യുവാണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞങ്ങൾ ഹെഡ്ലൈറ്റ് തന്നെ എടുത്തോണ്ട് വന്നോട്ടോ. അതുകൊണ്ടാട്ടോ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണില്ല. ഞങ്ങൾ ജസ്റ്റ് വണ്ടി വെച്ചിട്ട് തന്നെ അങ്ങനെ ചെയ്യുള്ളൂ അല്ലടാ. വണ്ടി നിർത്തി വെച്ചോണ്ട് തന്നെ ആ ഡിയോടെ ഒക്കെയാണ് കണ്ടില്ല, നിർത്തി വെച്ചോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഡിയോടെ കിറ്റൊക്കെ ഊരി അങ്ങനെ ഊരാൻ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താലും മതി. വലിയ പണിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ലേക്ക് റോൾ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഷാമ്പു, നിങ്ങൾ തല കഴുകുന്ന ഷാമ്പു എന്തെങ്കിലും ഷാമ്പു ആണ് ഉണ്ടായിരിക്കും. കുറച്ചുകൂടെ സ്മൂത്ത് ഒന്ന് കിട്ടാൻ വേണ്ടിയാണ്. സ്മൂത്ത് ഇതിന്റെ ഇടയ്ക്കോട്ടിരിക്കുന്ന മഞ്ഞ കളർ ചെളിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോരാൻ വേണ്ടിയിട്ടല്ലടാ. കുറച്ച് ഷാമ്പു നല്ല ഇങ്ങനെ കളർ പോയിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നിങ്ങൾ വണ്ടിയിൽ. അല്ല ഒത്തിരി ചെറിയ ഇതെല്ലാം ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മളൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തു. ബക്കറ്റിലെ കപ്പിൽ എന്തെങ്കിലും കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. ഈ സാൻഡ് പേപ്പർ എപ്പോഴും പിടിക്കുമ്പം വെള്ളം മിക്സ് ചെയ്തിട്ടേ പിടിക്കാവുള്ളൂ. വെള്ളം മിക്സ് ചെയ്തിട്ട് നൈസായിട്ട് സ്ക്രാച്ച് വരും കേട്ടോ. അതെ, ഡയറക്റ്റ് പിടിച്ചാൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ബക്കറ്റിൽ അല്ലെങ്കിൽ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് ഷാമ്പു ആഡ് ചെയ്യുക. എന്നിട്ട് അങ്ങ് മുക്കിയിട്ട് അങ്ങ് നനച്ച് അങ്ങ് പിടിച്ചാൽ മതി. ജസ്റ്റ് സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ചാൽ മാത്രം മതി.
ഷാമ്പു ഇടുന്നതുകൊണ്ടാണ് കുറച്ച് സ്മൂത്തായിട്ട് കിട്ടുകയും ചെയ്യാം. കുറച്ച് നമുക്ക് ചെയ്യുമ്പോൾ വലിയ പാടും കാര്യങ്ങളൊന്നും കൂടെ വരത്തില്ല. കണ്ടില്ലേ, നോക്കുമ്പോൾ ചെളി ഇറങ്ങിപ്പോയി കണ്ടില്ല, നന്നായിട്ട് ഇളകിപ്പോയിട്ടുണ്ട്. കണ്ടോ ആ മഞ്ഞ കറയും, എന്താണ് എന്ത് വൃത്തിയായിട്ട കളറല്ലേ ഇത്. എങ്ങനെ ഇരുന്ന സാധനം ഇത്. ഓ നല്ല രീതിക്ക് പോകാനായിട്ടല്ല. ഒരു സാൻഡ് പേപ്പർ ഫുള്ള് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല ഒരു പകുതി പോരെ ഒരു സാൻഡ് പേപ്പറിൻ്റെ. സാൻഡ് പേപ്പറിന് മതി, ചെറിയ ഏരിയ അനുസരിച്ചാണ് നമ്മൾ സാൻഡ് പേപ്പർ വെക്കേണ്ടത്. ഒരു വണ്ടിക്ക് സ്കൂട്ടറും ബൈക്കിനൊക്കെ ആണെങ്കിൽ ഒരു പകുതിയോളം മതി. കാറാണെങ്കിൽ ഒരെണ്ണം മൊത്തം വേണം, ഒരെണ്ണം ഫുള്ളും വേണം. ഇപ്പോൾ ഇതിനാണെങ്കിൽ നമുക്ക് എന്തായാലും അത്യാവശ്യം നല്ലത് ഏരിയ ഉള്ളതുകൊണ്ട് നല്ല ഇത് വേണം. സാൻഡ് പേപ്പർ വേണം. ഹെഡ്ലൈറ്റ് ആണെങ്കിൽ ഇന്നോവിടെ അല്ല, അത്ര മുഴുത്തല്ല, ഹെഡ്ലൈറ്റ് ആയതുകൊണ്ട് പിന്നെ 4-5 ഇരട്ടിയുണ്ട് അതിൻ്റെ വലിപ്പം. ഇപ്പോൾ ഈ റൗണ്ട് മോഷൻ തന്നെയാണ് നമ്മൾ എപ്പോഴും ചെയ്യാവുള്ളൂ. അല്ല ഒറ്റ സൈഡിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ചിങ്ങിനെ നമുക്കിങ്ങനെ ചെയ്തതിൻ്റെ പാട് കാണും. അത് തന്നെ അങ്ങനെ തന്നെ കാണാൻ പറ്റും വേഗം. നന്നായിട്ട് ഇളകി പോകുന്നുണ്ടല്ലോ. ഇത് 220 ഒക്കെ സ്ഥിരം തന്നെ പരിപാടി അല്ലടാ, ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ ഒക്കെ. 220 ഒക്കെ ഏകദേശം പഴയ മോഡൽ വണ്ടികൾക്കെല്ലാം ഉണ്ട് ഇങ്ങനത്തെ സംഭവം. മങ്ങി പിന്നെ ഇത് നമുക്ക് ചില്ലൊക്കെ ടൈപ്പ് അങ്ങനത്തെ ഉള്ള ഹെഡ്ലൈറ്റിനൊന്നും നമുക്ക് പറ്റത്തില്ല കേട്ടോ. ഇത് പ്ലാസ്റ്റിക് നല്ലൊരു അങ്ങനെയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ചില്ലിന്റെ പരിപാടി നടക്കത്തില്ല, ചെയ്യാൻ പറ്റില്ല. ഈ ബുള്ളറ്റിന്റെ ഹെഡ്ലൈറ്റ് ചില്ലല്ലടാ, ബുള്ളറ്റിന്റെ ഹെഡ്ലൈറ്റ് ചില്ലാണ് ഇപ്പോഴും. അതെല്ലാം ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ ചില്ല് ഒത്തിരി ആളെ അങ്ങനെ മങ്ങി പോകുന്നില്ല. അതിന്റെ അകത്ത് എന്തൊരു ഫിലിം അല്ല, അതിന്റെ ഒരു കോട്ടിങ് റിഫ്ലക്ഷൻ ഒക്കെ പോയി മാത്രമാണ് അത് പോകുള്ളൂ. അത് ഫുള്ളായിട്ട് മാറ്റി ഒഴിക്കും നല്ലത്. കൂട്ടി പ്ലാസ്റ്റിക്കിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ നമുക്ക് ഇങ്ങനെ റിസ്റ്റോർ ചെയ്യാൻ പറ്റും ഫുള്ളായിട്ട്. നോക്കല്ലേ, നന്നിട്ട് പോകുന്നുണ്ടല്ലേ. വീണ്ടും ജസ്റ്റ് ഒന്ന് നനയ്ക്കുക, വേണം കുറച്ച് ഷാമ്പു കൂടി തൂക്കുക, എന്നിട്ട് പിന്നെയും പിടിക്കുക. ഇത് ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ട് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഇടയ്ക്കൂടെ, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇടയ്ക്കൂടെ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഈ മഞ്ഞ ഈ കറയും കാര്യങ്ങളും ചെളിയെല്ലാം കയറിയിരിക്കും. അതൊക്കെയാണ് ഈ ശരിക്കും ഈ മഞ്ഞ ഇതായിട്ട് ഫുള്ളായിട്ട് വൃത്തികേടായിട്ടിരിക്കണേ. അതൊക്കെ പറഞ്ഞ് നന്നായിട്ട് പോകണമെങ്കിൽ ഈ ഇടയ്ക്ക് ഷാമ്പു ഇട്ട് കൊടുക്കണം. ഒരു വേസ്റ്റ് കൊണ്ട് എടുത്ത് ജസ്റ്റ് തൂത്ത് കാണിച്ചു കൊടുത്താൽ ഇപ്പം ആ കറയാണ് ഇതിലേക്ക് ആ ടേപ്പയിലേക്ക് ഫുള്ള് ഒട്ടിയിരിക്കുന്നത് കണ്ടില്ലേ. അതുണ്ടായിരുന്ന സംഭവമാണ് ഫുള്ളായിട്ട്. ഒരു വേസ്റ്റ് കൊണ്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് തൂത്ത് കാണിച്ചു തരാം. ഇതെങ്ങനെ റിസൾട്ട് വന്നിട്ടുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. തൂത്തോ പോയി തുടങ്ങിയിട്ടുണ്ടല്ലേ, കുറയുന്നുണ്ട് നന്നായിട്ട്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം കാണാം. മങ്ങൽ പോയിട്ടില്ലേ, ആ ഒരു ലെയർ ഒന്ന് പോയിട്ടുണ്ട്, നന്നായിട്ട് മങ്ങൽ പോയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി നെക്സ്റ്റ് ഇരുന്നിട്ട് പിടിക്കാം. നല്ല വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. ശരിക്കും കുറേ നേരം പിടിച്ചിട്ട് ഇനി റബ്ബിംഗ് ക്രീമോട് ചെയ്ത് കഴിഞ്ഞാലാണ് ആ റിസൾട്ട് വരുള്ളൂ. നമ്മളിപ്പോൾ വീണ്ടും പിന്നെ ഇട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി നമ്മൾ ഇട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. വീണ്ടും അതുപോലെ സാൻഡ് പേപ്പർ, ഷാമ്പു, വെള്ളം കൂടി മിക്സ് ചെയ്ത്. ഇതിപ്പം ഗ്രേഡ് കൂടി, അതായത് കട്ടി കൂടിയ സാൻഡ് പേപ്പറും കാര്യങ്ങളൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ചൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ സ്ക്രാച്ചൊന്നും വരത്തില്ല. ഈ ഒരു ഗ്രേഡ് എപ്പോഴും ഓർത്തിരിക്കുക. 2000 എന്നാണ് പേപ്പറിൻ്റെ ഗ്രേഡ്. മേടിക്കുമ്പോൾ P2000 ആ ഗ്രേഡിലുള്ള പേപ്പർ തന്നെ മേടിക്കുക എപ്പോഴും നോക്കി. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാൻഡ് പേപ്പർ വെള്ളത്തിൽ മുക്കി തന്നെ വീണ്ടും പിടിക്കുക. ഇടയ്ക്ക് ഷാമ്പു കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അധികം ഷാമ്പു ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് ഷാമ്പു എന്നിട്ട് കൊടുത്ത് നമുക്ക് പിടിക്കുമ്പോൾ കുറച്ച് ആ തെന്നാനൊക്കെ ആയിട്ട് നമ്മുടെ കൈയൊക്കെ തെന്നാനായിട്ട് മാത്രം. പിന്നെ ചെറിയൊരു തരിപ്പ് ഹെഡ്ലൈറ്റ് കിട്ടണമെങ്കിൽ ഷാമ്പു ഇല്ലാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 2-3 നീക്ക് വെള്ളത്തിൽ മുക്കി പിടിക്കുമ്പോൾ ഒരു തവണ ചെറിയായിട്ട് ഷാമ്പു ഒന്ന് ഇട്ട് കൊടുക്കുക. ഏകദേശം എൻ്റെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ആ കറയും കാര്യങ്ങളൊക്കെ. നേരത്തെ നിങ്ങൾ ആ ചെയ്തപ്പോൾ ഉള്ളത് കറയാം, ആ മഞ്ഞപ്പ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ചെയ്ത് അത് ഒരു ഞങ്ങളൊരു 8-10 തവണ വെള്ളത്തിൽ മുക്കി പിടിച്ചിട്ട് തേച്ച് വന്നിട്ട് അപ്പോൾ തന്നെ ആ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇനി ഒരു വേസ്റ്റ് കൊണ്ട് വെച്ചൊന്ന് തൂത്ത് കാണിച്ചു തരാം. നേരെ പിടിച്ചടാ, ഇവിടെ നേരെ കാണിച്ചു. നമ്മൾ ഫുള്ളായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അതിൻ്റെ മാറ്റം മനസ്സിലാവും.
പിന്നെ ബാക്കിയുള്ള വന്നേക്കണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊക്കെയാണ് ഇനി ബാക്കിയുള്ള ഒരു മഞ്ഞപ്പ് വന്നേക്കണം. അതിപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് പൊട്ടിച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ അങ്ങനെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അകത്ത് ഫുള്ളായിട്ട് ആ സിൽവർ ക്രോമിംഗ് ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ടല്ലോ. അത് പോയിട്ടുണ്ട്. ഇത് ഇത്രയും പഴക്കമുള്ളതുകൊണ്ടാട്ടോ. ഇതിപ്പോൾ നിങ്ങൾ ഒത്തിരി നാൾ പഴക്കമില്ലാത്ത ഹെഡ്ലൈറ്റ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഇത് കണ്ടീഷൻ ഉപയോഗിക്കാണ്ടിരുന്ന ചെളിയും പിടിച്ച് കണ്ടീഷൻ സാധനമാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നന്നായിട്ട് ഫെയ്ഡ് ആയി പോയിട്ടുണ്ട്. അപ്പൊ മേളിലെ ഫുള്ള് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം പിന്നെ അകത്ത് ചെയ്യണമെന്നുണ്ട്. ഈ ഹെഡ്ലൈറ്റ് ഒക്കെ പൊട്ടിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമ്മളത് ചെയ്യുന്നില്ല. നമ്മുടെ ഫ്രണ്ടിൽ ഇത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഉണ്ടല്ലേ. ഇനിയിപ്പോൾ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 3Mന്റെ ആ ബേസ് മിച്ച് വരുന്ന ഒരു കുറച്ച് പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ട് പിടിക്കാൻ 3M ഏതെങ്കിലും റബ്ബിംഗ് കോമ്പൗണ്ട് യൂസ് ചെയ്താൽ മതി. അങ്ങനെ 3Mന്റെ ആണെന്നില്ല. ഞങ്ങളിപ്പോൾ ആ മിച്ച് വരുന്ന ഞങ്ങൾ നേരത്തെ പോളിഷ് ചെയ്ത വണ്ടിയുടെ മിച്ച് വരുന്നത് കൊണ്ട് വെച്ചിട്ടാണ് ബാക്കി ചെയ്യുന്നത്. പിന്നെ യെല്ലോ വാക്സ് ഇരിപ്പുണ്ട്. അത് രണ്ടും അപ്ലൈ ചെയ്യണം. എങ്ങനെ കാണിച്ചു തരാം. ഉണങ്ങി കഴിഞ്ഞപ്പോൾ ആ ഒരു സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ചതിന്റെ ചെറിയ സ്ക്രാച്ച് വന്നിരിക്കുന്നുണ്ടല്ലേ. ഇത് നമുക്ക് കളയാൻ പോകണ്ട. ഇത് സംഭവം നമ്മൾ ഫുള്ളായിട്ട് കളയാൻ പോവാണ്. അപ്പോൾ ആ 3Mന്റെ റബ്ബിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പൊളിച്ചിടാം. ഇതൊക്കെ ഫുള്ളായിട്ട് നനഞ്ഞിരിക്കുന്ന വെള്ളമൊന്നും ഇരിക്കരുത് കേട്ടോ. റബ്ബിംഗ് കോമ്പൗണ്ട് ഒന്നും ഇടുമ്പോൾ വെള്ളമൊക്കെ തൂത്ത് തുടച്ച് ഉണക്കിയതിന് ശേഷം വേണം ഈ പറയുന്ന റബ്ബിംഗ് കോമ്പൗണ്ട് ഒക്കെ ഇടാനായിട്ട്. ഇത് വെച്ചാൽ തുണി വെച്ച് നന്നിട്ട് തൂത്ത് കളഞ്ഞാൽ നല്ല വൃത്തിയായിട്ടുണ്ടല്ലോ. മഞ്ഞയൊക്കെ ഫുള്ളായിട്ട് പോയില്ലേ. അതിന്റെ ഡിഫറൻസ് ആണെങ്കിൽ ഞാൻ 2 ഫോട്ടോസൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ശരിക്കും പഴയത് അങ്ങനെ ഇരുന്നേന്നൊക്കെ. ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് റബ്ബിംഗ് കോമ്പൗണ്ട് ഇങ്ങനത്തേക്ക് തൂക്കാൻ പോകട്ടോ. അങ്ങനെ കുറച്ച് റബ്ബിംഗ് കോമ്പൗണ്ട് അത്യാവശ്യം കുറച്ചധികം എടുത്ത് തൂത്തുക. കുറച്ചുകൂടെ 2 സെക്കൻഡ് പിടിച്ചാൽ മതി. ഫുള്ളായിട്ടൊന്ന് അങ്ങ് തൂത്തേക്കാം. റബ്ബിംഗ് കോമ്പൗണ്ട് ഇടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ മാസ്കിൻ്റെ പൊട്ടിക്കണം കേട്ടോ, സെപ്പറേറ്റ് രണ്ടാമത്. ഇപ്പം ഞങ്ങൾ ഈ ഹെഡ്ലൈറ്റ് ആവശ്യമില്ലാണ്ട് ഉപയോഗിച്ച് കളഞ്ഞിരിക്കുന്ന സാധനം കൊണ്ടാണ് നമ്മൾ പിന്നെ ഇട്ടേക്കണത് ഇതിങ്ങനെ. അപ്പോൾ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിനി ഇത് അത്യാവശ്യം ബലം കൊടുത്ത് ഫുള്ളായിട്ട് റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുക. റൗണ്ടായിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസും കാര്യങ്ങളും കാണാൻ പറ്റും. ആ നേരത്തെ ചെയ്ത ആ മങ്ങൽ സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ചതിൻ്റെ മങ്ങലുണ്ട്. ആ മങ്ങലൊക്കെ ആറിയിട്ട് ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട് പതിയെ. അത് ശരിക്കും ചെറിയ ചെറിയ പൊടിയായിട്ടുള്ള സ്ക്രാച്ചുകളാണ് ശരിക്കും. അത് മൈന്യൂട്ട് സ്ക്രാച്ചുകളാണ്. അത് പോകണമെങ്കിൽ ഇതുപോലുള്ള റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ട് പിടിക്കണം. ശരിക്കും റൗണ്ട് മോഷൻ തന്നെയായിട്ട് പിടിക്കാവുള്ളൂ. സൈഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അവിടെ ആ പാട് വ്യത്യാസം വരും. ശരിക്കും സ്ക്രാച്ചും കൂടുതൽ വരും. ഓക്കെ, അപ്പോൾ ഒന്ന് റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഇട്ട് കൊടുത്തേക്കാം. ഒരു 1, 2, 3 ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ചെയ്യുന്നതനുസരിച്ച് അത്യാവശ്യം നല്ല ക്ലീസും കാര്യങ്ങളൊക്കെ വരും അതിന്. ഓക്കെ, നമ്മൾ രണ്ടാമത് ഒന്നുകൂടി റബ്ബിംഗ് കോമ്പൗണ്ട് ഇടും കേട്ടോ. ചെളിയാവുന്ന അനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റ് തുണി വേണം മാറ്റി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം അത്രയ്ക്ക് ചെളിയൊന്നും ഇല്ല. നമ്മൾ ആ ഒരു നന്നായിട്ട് സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ചോണ്ട് നമുക്ക് ആ ഇതൊന്നുമില്ല. ചെളിയും കാര്യങ്ങളൊക്കെ അതേ തന്നെ പോയി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡ്ലൈറ്റ് ഊരിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ അല്ലടാ. സൈഡൊന്ന് പോറാതൊക്കെ ഇരിക്കും. സൈഡ് ഈ സംഭവങ്ങളൊക്കെ. പിന്നെ വണ്ടിയിലൊക്കെ ഇങ്ങനെ കിറ്റൊക്കെ ഊരാനൊക്കെ എല്ലാവർക്കും പാടല്ലേ. അപ്പം നമുക്ക് വണ്ടി വെച്ച് തന്നെ ചെയ്യാം. അപ്പം നിങ്ങൾ മാസ്റ്റർ ടേപ്പും പരിപാടിയൊക്കെ നന്നായിട്ട് ഒട്ടിച്ചിട്ട് 1-2 പ്രാവശ്യമൊക്കെ ഒട്ടിക്കുക. അല്ലെങ്കിൽ നമ്മൾ വെള്ളം തൂത്ത് ചെയ്യുമ്പോഴത്തേനും പിന്നെ പൊളിഞ്ഞു പോരുത്. 1-2 ടേപ്പ് ഒട്ടിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്യാവുള്ളത്. വീണ്ടും നമ്മൾ ഒന്നുകൂടി റബ്ബിംഗ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് എന്താ ഇരിക്കുന്നുണ്ട് പാടാണ്. ഇതിൻ്റെ അകത്തോടെ ആ ലൈറ്റിൻ്റെ ഇടയ്ക്കൂടെ പ്രാണിയും കാര്യങ്ങളൊക്കെ കയറിയിട്ടും പൊടിയൊക്കെ കയറി ഇരിക്കുന്നതാണ് അകത്ത്. ശരിക്കും അത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇത് ഹെഡ്ലൈറ്റ് പൊട്ടിക്കേണ്ട ഒരു സൈഡെല്ലാം. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ അതൊക്കെ ചുരുക്കം വണ്ടികളിലാണ് വരാറുള്ളൂ. ഉപേക്ഷിച്ചിട്ടേക്കുന്ന സാധനത്തിലൊക്കെ അങ്ങനെയൊക്കെ വരാറുള്ളൂ. ഒന്നുകൂടി ഇട്ടേക്കാലടാ. 3 പ്രാവശ്യം ചെയ്യണം ഏറ്റവും നല്ലത്. വേണ്ട ആ ഒരു പക്കായിട്ട് വന്നെങ്കിൽ തന്നെ 2-3 തവണ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. 3 തവണ റബ്ബിംഗ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു ഷോ കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഇത്രയ്ക്ക് നന്നായിട്ടൊക്കെ ചെയ്യണേ. എന്നാ പറയുക, ഹെഡ്ലൈറ്റിൻ്റെ ആ പണ്ടത്തെ ഒരു ഷേപ്പ് കണ്ട് നമുക്ക് എല്ലാവർക്കും ഷേപ്പല്ല കളർ കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എൻ്റെ എന്ത് വൃത്തിയായിട്ട് രീതിയിലാ ഹെഡ്ലൈറ്റ് ഇരുന്നതെന്ന്. ഇപ്പം എങ്ങനെ ഹെഡ്ലൈറ്റ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കഴിഞ്ഞിട്ട് എങ്ങനെ ഹെഡ്ലൈറ്റ് വന്നേ നമ്മളത് കാണിച്ചു തരും. ഇതിൻ്റെ അകത്ത് മഞ്ഞപ്പിത്തം പിടിച്ച കണക്ക് ഇരിക്കണ്ടായിരുന്നു വണ്ടിയുടെ ഹെഡ്ലൈറ്റ്. അപ്പം നിങ്ങൾ അത്രയ്ക്ക് വൃത്തികേടാൻ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. അതിന് മുമ്പ് ഇത് ഈ പരിപാടി കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ വെയിലടിച്ച ഒരു മഞ്ഞ കളറൊക്കെ വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ ഒത്തിരി നേരം ഇതുപോലെ സമയം പിടിക്കുമൊന്നുമില്ല. കുറച്ച് നേരം കൊണ്ട് നിങ്ങൾക്ക് സെറ്റായിട്ട് എടുക്കാൻ വേണ്ടി കുറച്ചുകൂടി പക്കയായിട്ട് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അതുപോലെ വരും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി യെല്ലോ വാക്സും കൂടെ ഒന്ന് അപ്ലൈ ചെയ്താൽ കാണിക്കുക. കുറച്ചുകൂടി യെല്ലോ വാക്സ് അപ്ലൈ ചെയ്തേക്കാം. 3Mന്റെ യെല്ലോ വാക്സ് ആണ്. അപ്പോൾ ആദ്യം ഉപയോഗിച്ച വേസ്റ്റ് തുണി മാറ്റിയിടുക. രണ്ടാമത് വേറെ വേസ്റ്റ് എടുക്കുക യെല്ലോ വാക്സ് അപ്ലൈ ചെയ്യുമ്പോൾ. ആ ഒരു 3Mന്റെ റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ട് വേസ്റ്റ് വെച്ച് നമ്മൾ ഒരിക്കലും ഇതേ തൂക്കരുത്. രണ്ടാമത് അതിനുവേണ്ടി ഒരു പുതിയ വേസ്റ്റ് എടുത്തിട്ട് മാത്രമേ തൂക്കാവുള്ളൂ. മാക്സ് ഒരു തവണ ഇട്ടാൽ മതി കേട്ടോ. ഒറ്റ തവണ ഇട്ടാൽ മതി മാക്സ്. നന്നായിട്ട് കേട്ടോ. ഇത്ര മാക്സിൻ്റെ ആവശ്യമുള്ളൂ ഹെഡ്ലൈറ്റ് ചെയ്യാനായിട്ട്. ആ കൂടി 2 പൊടി നമ്മൾ എടുത്തിട്ടുള്ളൂ അല്ലടാ.
ഞങ്ങളുടെ വീഡിയോ ഉണ്ട്, നിങ്ങൾ വണ്ടി പോളിഷൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിച്ചം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് ചെയ്യുക, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിന് വേണ്ടി പുതിയ മേടിക്കേണ്ട ആവശ്യമൊന്നും ഈ അടപ്പിന്റെ മുകളിലൊക്കെ ഇരിക്കുന്ന കുറച്ച് മതി നമുക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ വേറെ കുറച്ച് വേസ്റ്റ് തുണി എടുക്കുവാണ് രണ്ടാമത് ഈ വാക്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് റൗണ്ടായിട്ട് തന്നെ അങ്ങ് പിടിക്കണം. ഓക്കെ അല്ലേ? കുറച്ചുകൂടി നല്ല റിസൾട്ട് ഇത്ര മങ്ങാത്ത വണ്ടിയിലൊക്കെ കിട്ടും അല്ലടാ. ഒത്തിരി ഇതൊന്നും ഉപേക്ഷിച്ച സംഭവമാണ് ഇത്. നമുക്ക് ഈ കുറച്ചൊക്കെ മങ്ങിയ വണ്ടിയൊക്കെയാണ് നേരത്തെ ചെയ്യുവാണെങ്കിൽ ഇതിനൊക്കെ നല്ല പുതിയ പോലെ എന്തായാലും ഇരിക്കും. അത് തന്നെ. ഇതിൻ്റെ ഇപ്പം അകത്ത് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കണം, പൊടിയെല്ലാം പൊടിയെല്ലാം കയറി അതിൻ്റെ അകത്ത് മങ്ങി അകത്തും മങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വാക്സ് ഇപ്പം അപ്ലൈ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം വാക്സിൻ തൂത്ത് കളഞ്ഞാൽ മതി. അപ്പോഴാണ് അതിൻ്റെ അത് ഉണങ്ങിയിട്ട് അതിലേക്ക് ഒന്ന് സെറ്റ് ആവുള്ളൂ. ഓക്കെ, പോരെ, തൂത്തിട്ടുണ്ട്. നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സാധാ നമുക്കൊന്ന് യൂസ് ചെയ്യാത്തൊരു വേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഒന്നോടെ അത് തൂത്ത് കളയുക. പിന്നെ മുകളിൽ ആ വാക്സും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഫുള്ളായിട്ടും തൂത്ത് കളയാണ്. ഓക്കെ, അടിപൊളി. ഹെഡ്ലൈറ്റിന് ആ പഴയൊരു തിളക്കം വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് വെട്ടത്തിലോട്ട് കാണിച്ചു തരാം. അങ്ങോട്ട് ഇറക്കി കാണിച്ചു തരാം. കണ്ടില്ലേ വ്യത്യാസം കണ്ടോ നിങ്ങൾ? നേരത്തെ ഫോട്ടോ ഞാൻ എൻ്റെ അവിടെ സൈഡിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക, ആ മാറ്റം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ രണ്ടെണ്ണം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ആ ഒരു പഴയ മഞ്ഞ ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് കണ്ടില്ലേ പക്കയായിട്ട് ഹെഡ്ലൈറ്റ് വന്നാൽ നിങ്ങൾ അടുത്ത് പിടിച്ച് കാണിച്ചു പിടിച്ചടാ. ഇത് കണ്ട അകം ഇരിക്കുന്നുണ്ടല്ലോ, അകത്ത് ഫുള്ള് പൊടിയാണ് ശരിക്കും. ഈ ഇടയ്ക്ക് ഹെഡ്ലൈറ്റിൻ്റെ അകത്തോടെ കയറുന്ന പൊടികളാണ്, ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ ബൾബിൻ്റെ അകത്തോടെ കയറുന്ന പൊടികളൊക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പുത്തം പോലെ ഇരിക്കും. ഇത് എവിടെ കണ്ട് ഉപേക്ഷിച്ചിട്ട് ഹെഡ്ലൈറ്റാണ്. അതിൻ്റെ അകമൊക്കെ ഫുള്ള് ചെളി കയറിയിരിക്കുന്നുണ്ടല്ലോ, മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കയറിയോണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. കണ്ടില്ലേ ഫുള്ള് വൃത്തികേടായിട്ടിരിക്കുന്നുണ്ടല്ലേ, ഉപേക്ഷിച്ച ഹെഡ്ലൈറ്റാണ്. അതുകൊണ്ട് അകം നിറച്ചും ചെളിയാണ്. അപ്പോൾ പുറം ഞങ്ങൾ ഫുള്ളായിട്ട് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്, പക്കയാക്കിയിട്ടുണ്ടല്ലടാ. ഇനി അകം ഒന്ന് ക്ലീൻ ചെയ്യണം ചെയ്യാം. ഞങ്ങളിത് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അകത്തേക്കൊന്നും പോകാത്തത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് അതിൻ്റെ മാറ്റം കാണിച്ചു തരുന്നത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് മെത്തേഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത്. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഇതുകൊണ്ട് ഇത്രയും വൃത്തിയായിട്ട് ആരും തന്നെ ഹെഡ്ലൈറ്റ് ഒന്നും കൊണ്ടുനടക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം ഇതിന് വേണ്ട സംഭവങ്ങൾ എന്താണെന്ന് ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ യൂസ് ചെയ്ത സാൻഡ് പേപ്പർ കണ്ടില്ലേ, P2000 ഗ്രേഡ് സാൻഡ് പേപ്പർ. ഇത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പെയിന്റ് ഷോപ്പിൽ കിട്ടും എന്തായാലും മേടിക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 3Mന്റെ കുറച്ച് റബ്ബിംഗ് കോമ്പൗണ്ട്, ഒരു ഇല്ലോളം റബ്ബിംഗ് കോമ്പൗണ്ട് അത്ര മതി. പിന്നെ ഒരു യെല്ലോ വാക്സ് 3Mന്റെ തന്നെ. അപ്പോൾ നമുക്കൊന്നും ഒത്തിരി ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട ബാക്കി മിച്ചം ഉണ്ടെങ്കിൽ മാത്രം അത് മതി. ഇതിന് വേണ്ടി പുതിയതൊന്നും മേടിക്കേണ്ട ആരും. 3Mന്റെ എല്ലാ വാക്സ് റബ്ബിംഗ് കോമ്പൗണ്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഏത് കമ്പനിയുടെ വേണമെങ്കിലും റബ്ബിംഗ് കോമ്പൗണ്ട് എല്ലാ വാക്സ് യൂസ് ചെയ്യാൻ മതി. പറയടാ. പിന്നെ നമ്മൾ കുറച്ച് കോട്ടൺ വേസ്റ്റ് എടുത്തിട്ടുണ്ട്. കോട്ടൺ വേസ്റ്റ് അധികം വേണം, ഒരു 10 രൂപയ്ക്ക് മേടിച്ചു നിങ്ങൾ. എന്തായാലും ആവശ്യം വരുമല്ലോ. പിന്നെ ആവശ്യം വരും. പിന്നെ ലേക്ക് റോൾ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ഷാമ്പു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ തൂക്കാനൊക്കെ ബക്കറ്റിൽ അല്ലെങ്കിൽ ഒരു കപ്പിൽ കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് എപ്പോഴും വാട്ടർ പിടിക്കുക. ഓക്കെ, ഇടയ്ക്ക് തുടച്ചു കൊടുക്കുക ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ സംഭവം ഇത്ര ഉള്ളൂ. ചെയ്യാനായിട്ട് സിമ്പിൾ പരിപാടിയാണ് അല്ലേ? അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. നമുക്ക് ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ഹെഡ്ലൈറ്റ് നമുക്ക് പഴയ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവരാനൊക്കെ പറ്റും. ഒരു 20 റേറ്റ് മാത്രം നമുക്ക് ഇന്ന് ചിലവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാൻ ഞങ്ങൾ എന്തായാലും റിപ്ലൈ വരുന്നതാണ് അതിനൊക്കെ. പിന്നെ നിങ്ങൾ എല്ലാവരും മറക്കാണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എല്ലാ 3 ദിവസം കൂടുമ്പോഴും കറക്റ്റ് 7 മണിക്ക് ഞങ്ങൾ വീഡിയോ ഇടുന്നതാണ്. അതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സ്, ഇതുപോലെ യൂസ്ഫുൾ കണ്ടന്റ്സ്. പിന്നെ ഇനി ഞങ്ങൾ ട്രാവൽ കണ്ടന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതിരുന്ന വീഡിയോ കാര്യങ്ങളെല്ലാം ഫുള്ളും കാണണം. അപ്പോൾ എല്ലാവരും തന്നെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം പുതിയ വീഡിയോ 7 മണിക്ക് എല്ലാ 3 ദിവസം കൂടുമ്പോഴും വരുന്നതാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു തീപ്പൊരി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.